ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കുമ്പളപ്പത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സ് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെയറിൽ, അതായത് ഈ ഒരു കുമ്പളപ്പം 3 ലെയറിലായിട്ടാണ് വരിക. അതായത് ഒരു ലെയറിൽ നമ്മൾ ഒരു റവ വെക്കാനുണ്ട്. അപ്പോൾ ആ ഒരു റവ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2-3 പീസ് ചിക്കൻ, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചിക്കൻ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു റവ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ആ ഒരു വെള്ളം കളയാതെ വെക്കണം. അപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കുറച്ച് സവാളയും അതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഒരു 2-3 പച്ചമുളക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഇതിലുണ്ടാക്കുന്നത് 3 കുമ്പളപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ നിങ്ങൾ ഈ ഒരു കുമ്പളപ്പം ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള റവൻ്റെ ആ ഒരു മിക്സ് നിങ്ങൾ റെഡിയാക്കുക. അപ്പോൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റവ ഒന്ന് മൂടി വെച്ചൊന്ന് കുറച്ച് ടൈം വേവിക്കുക. അപ്പോൾ നമ്മൾ റവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കുമ്പളപ്പത്തിൽ 3 ഫില്ലിംഗ് ആണ് വെക്കുന്നത്. ഒന്ന് നോർമൽ ചിക്കൻ മസാല, നമ്മൾ ഇറച്ചിപ്പത്തിലിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ്. പിന്നെ പുഴുങ്ങിയ 3 മുട്ട, അതുപോലെ റവ, ഇത് 3ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഫില്ലിങ്സ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് മൈദ മാവ്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ഈ ഒരു ചപ്പാത്തിക്കൊക്കെ ആക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 കുമ്പളപ്പം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 6 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ബോൾസാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 എണ്ണം കുറച്ച് വലിപ്പമുള്ളതും ബാക്കി 6 എണ്ണം കുറച്ച് മീഡിയം സൈസിലാക്കിയിട്ട് പരത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോൾ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതായത് ഇത് മീഡിയം സൈസിലുള്ള ബോളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു പുഴുങ്ങിയ കോഴിമുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി ബാക്കി വരുന്ന ആ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 2 എണ്ണം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 എണ്ണമാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഇതൊന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലോ ടു മീഡിയം വരെ നിങ്ങൾക്ക് സ്റ്റവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ 3 ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് ബോൾ എടുത്തിട്ട് ഒന്നുകൂടി പരത്തിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു റവ വെച്ച് കൊടുക്കാം. അപ്പോൾ നടുവിലായിട്ട് വെച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ലെയർ അത് നടുക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഫസ്റ്റ് ലെയർ ചുറ്റിയ പോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫില്ലിങ്സ് ചിക്കൻ മസാല തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ചെമ്മീൻ്റെ മസാലയോ ബീഫിൻ്റെ മസാല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മുകളിൽ വരുന്ന ബാക്കി ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. നമ്മൾ വീണ്ടും കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്.
രണ്ടാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത പോലെ ലോ ടു മീഡിയം വരെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ലെയറും ഏകദേശം കുക്കായി വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള 2 കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയറിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 വലിയ സൈസ് ബോളാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ചിക്കൻ മസാല നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു മാവ് പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് പരത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം പിന്നെ ഈ ഒരു ഫില്ലിങ് എല്ലാം കൂടി വെച്ച് ആ ഒരു മടക്കുമ്പോൾ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തേർഡ് ലെയറാണിത്. അതിൽ മസാല വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിനകത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് ലെയറാണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ബാക്കിയുള്ള 2 ചെയ്ത പോലെ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയിലിടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എണ്ണ തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് മാത്രം ഈ ഒരു സംഭവം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നേരത്തെ 2 ചെയ്തതുപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു തേർഡ് ലെയറും ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നമുക്ക് ചായയുടെ കൂടെ മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു കുമ്പളപ്പം തിന്നാൽ തന്നെ നമ്മളെ വയറ് ഫുള്ളാകും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു 3 ലെയറും കൂടി ഒന്നിച്ച് വരുന്നത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തേർഡ് ലെയറും ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി വറുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് സ്നാക്കായിട്ടുള്ള കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഈവനിങ് സ്നാക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.